ഹൃദയം തകർന്നു. അളിയാ ഇന്ന് തന്നെ പോയില്ലേ? കണ്ട സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. തെണ്ടിയെന്ന് നീ എന്നെ വിളിക്കണ്ട, നീ വേറെ ആരുണ്ടോ ഇപ്പൊ വിളിക്കുക കേട്ടാ. ഞാൻ തെണ്ടി തന്നെയല്ലേ വിളിച്ചത്. പിന്നെ നീ എന്താണ് ചോദിച്ചത്? അല്ല തെണ്ടാൻ പോകുന്നില്ലെന്ന് ചോദിച്ചു. നീ തെണ്ടാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചെന്റെ ഉദ്ദേശം എന്നെ തെണ്ടിന്ന് വിളിക്കാനല്ലേ? അല്ലേ? അങ്ങനെയാണ്. പാട്ട് പാടുന്നതിന് നീ എന്തോ വിളിക്കും? പാട്ടുകാരൻ ആണല്ലോ. പാചകം ചെയ്യുന്നതിന് നീ എന്തോ വിളിക്കും? പാചകക്കാരൻ. അപ്പൊ പിന്നെ നീ എന്നെ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ വിളിച്ചത്? അതെ. ഈ കളിക്കരുത്. അല്ല നിനക്കൊന്ന് കക്കാനും മോഷ്ടിക്കാനൊന്നും പോണ്ടേ? ആര് കേൾക്കാൻ പോണു? നീ എന്നെ ഞാൻ മോഷ്ടാവാ? എടാ കക്കയെ മോഷ്ടിക്കുന്ന കള്ളനെ വിളിക്കുന്നത് ആണല്ലോ. ഞാൻ KCB ലൈൻമാൻ ആണ്, ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒപ്പം നീ അവിടുന്ന് ട്രാൻസ്ഫോമറും കമ്പിയും കോപ്പറും ഒക്കെ മോഷ്ടിക്കണല്ലേ? അപ്പൊ നീ കള്ളം തന്നെ. അനാവശ്യം പറയരുത്. ഇപ്പൊ നിനക്ക് വേദനിച്ചു. അധ്വാനം ജോലി ചെയ്തൊരു ചെറുപ്പക്കാരൻ. അത് തന്നെടാ എല്ലാവർക്കും നോവും. അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോ പിന്നെ രണ്ടും കൂടി തുടങ്ങിയോ? നേരം വെളുത്തുള്ളൂ. എന്ത് 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 എന്തിവിടെ പരിപാടി? ഞങ്ങള് കൊച്ചു വർത്താനം പറഞ്ഞതാ. രണ്ട് വലിയ വർത്താനാണല്ലോ കേട്ടത്. അത് നിനക്കിപ്പോ എന്താ കുഴപ്പം? ഇവക്ക് വേറെ ഇവിടെ ആണുങ്ങൾ തമ്മിലൊന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും സമ്മതിക്കില്ല. പോ നീ നിന്റെ ജോലിയൊക്കെ പോ. നിങ്ങൾ അകത്തോട്ട് കയറിപ്പോ. നിങ്ങളെ കണ്ട ആർക്കും എന്തെങ്കിലും പറയാൻ തോന്നും. ഓ എന്തായി അമ്മയും അവളൊന്ന് വരുവോ? 2 ദിവസം കഴിയും. ആണോ? അമ്മാവന് ഇച്ചിരി വലിവ് കൂടി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ കാണുമ്പോ കുറച്ച് സമാധാനമാവുമല്ലോ. അമ്മയും ഞാൻ ഇല്ല ഇവിടെ. ഇല്ല 2 ദിവസം കഴിയും വരാനായിട്ട്. 2 ദിവസം കഴിയും. എന്നാ നിനക്കൊന്ന് പോവായിരുന്നില്ലേ? ഞാൻ പോയി. എനിക്ക് വയ്യടി. രാവിലെ എന്തോ ഒരു പുറമ്പേന. പോവാൻ നോക്ക്. അയാൾ വലിച്ചു വലിച്ച് കിടക്കണം. ഇനി അവസാനം കണ്ണടഞ്ഞു പോയിട്ട് പിന്നെ കാണണമെന്ന് പറയാൻ അവിടെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പോയി കാണാ. ഇല്ലല്ലേ ഒരു മേലുവേനടാ കയറുമ്പോ ഞാൻ വിചാരിച്ചു 2 ദിവസം ലീവ് എടുത്തിരിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഓരോരുത്തർ ലീവ് എടുക്കണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ. നീ ഇങ്ങനെ വെറുതെ ലീവ് എടുത്ത് മടിയനായി പോവാ. വയ്യെങ്കിലല്ലേ മേളിലെ കയറേണ്ട കളിയാ. അമ്മാവനെ പോയി ഒന്ന് കാണു. നീ ഒന്ന് പോയിട്ട് വാ. അത് നടക്കൂലല്ലേ? ഞാൻ നോക്കട്ടെ, കൂടാണെങ്കിൽ പോവാം. അല്ല ഇപ്പൊ വേറെ മാർഗം. ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര നന്ദികേശ വാഹന ഇന്ദുചൂട മോഹന. തിങ്കളാഴ്ച അല്ലടാ, അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. നന്നായി. അതെ, ഈ തിങ്കളാഴ്ച വ്രതം നോക്കണത് സ്ത്രീകളാണെന്നാണ് എന്റെ അറിവ്. അമ്മാവൻ ഇപ്പൊ പെണ്ണ് കിട്ടുമെന്ന് പറയാൻ നോക്കിയാൽ ആ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. എടാ, പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. 937ാമത്തെ പ്രാവശ്യമാണ് ഈ തത്വം പറയണത്. ഇനി ഇത് പറയരുത്. കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല. അല്ല, പറയാതിരിക്കണ നല്ലത്. എന്ത് പറഞ്ഞാലും നീ നേരാവില്ല.